ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ 10 ക്വസ്റ്റ്യനോളം നമ്മൾ ഇന്നലെ ചെയ്തു. പിന്നെ നമുക്കൊരു ഏകദേശം 11 ക്വസ്റ്റ്യൻ എങ്ങാനും ചെയ്യാനുണ്ട്. നമുക്കിന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ ആദ്യത്തെ 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ലെറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽസ് e⁻⁻1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ x equal to 0, 1, 2 be the PMF of x. Find the MGF, hence or otherwise obtain the moments. ഓക്കെ, നമുക്ക് എന്താണ് PMF, എക്സിൻ്റെ PMF ആണ് e⁻1 ബൈ എക്സ് ഫാക്ടോറിയൽ. അതിൻ്റെ MGF കാണണം. അതാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. MGF കാണണം. എന്നിട്ട് ഈ MGF വെച്ചിട്ട് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മൊമെൻറ്റ്സ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് MGF കാണുക എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ MGFന് നമ്മൾ ഡിനോട്ട് ചെയ്യുക mx(t) ആണ്. സോ mx(t) പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻TX ആണ്. ഓക്കെ, എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ mx(t) എങ്ങനെ കാണുക? സമ്മേഷൻ ഓവർ എക്സ് e⁻TX ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇനി എക്സ് ഒരു കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പോൾ mx(t) കാണുക ഇൻ്റഗ്രൽ ഓവർ എക്സ് e⁻TX f ഓഫ് എക്സ് dx. ഓക്കെ, ഇതാണ് MGF കാണാനുള്ള, ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും കാണാനുള്ള ഫോർമുല. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡിസ്ക്രീറ്റ് കേസാണ്. എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കേസാണ് മനസ്സിലായത്? കാരണം എക്സ് 0, 1, 2 അങ്ങനെയാണ് അവർ ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് ഓരോരോ വാല്യൂ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലോ റേഞ്ചിൻ്റെ ഉള്ളിലോ ഒന്നുമല്ല എക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു 0, 1, 2 അങ്ങനെ കൗണ്ടബിൾ ആയ ഒരു നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സ് ഡിസ്ക്രീറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് കേസിൽ MGF കാണാനുള്ള ഫോർമുല എന്താണ്? MGF കാണാനുള്ള ഫോർമുല ഇതാ നോക്കിയേ. mx(t) ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻TX. സോ mx(t) ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഫ്രം 0 to infinity e⁻TX ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2x e⁻1 ബൈ എക്സ് ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്തിടണം? 2x ഇടണം. അത് ഞാൻ എഴുതുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതണം? 2x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ mx(t) ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to infinity e⁻TX ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇത് ജനറൽ ഫോർമുലയാണ്. എന്ത്? ഓക്കെ, ഇത് പറഞ്ഞാൽ ജനറൽ ഫോർമുല ഓഫ് MGF കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുലയാണ് സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 0 to infinity e⁻TX പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2x സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? 2x എഴുതണം. എന്നിട്ട് പിന്നെന്താ? PMF പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2x തന്നെ. അത് നമുക്ക് e⁻1 ബൈ എക്സ് ഫാക്ടോറിയൽ തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെയും 2x ആണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് ഞാൻ എഴുതുമ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to infinity e⁻2x ഇൻറ്റു PMF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു e⁻1 ബൈ എക്സ് ഫാക്ടോറിയൽ. സോ e⁻1നെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. സമ്മേഷൻ എക്സ് ഫ്രം 0 to infinity e⁻2x ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താ എക്സ് ഫാക്ടോറിയലിന് എന്തുകൊണ്ടാണ് 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതെന്നൊരു സംശയം വരും. പക്ഷെ എന്തുകൊണ്ടാണ്?
കാരണം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ് e⁻⁻1/x ഫാക്ടോറിയൽ. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണോ PMF തന്നിട്ടുള്ളത് ആ PMF എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ e⁻TXലാണ് എക്സിൻ്റെ സ്ഥാനത്ത് 2x കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അധികം പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ. സോ അപ്പോൾ നമുക്ക് MGF എന്താ കിട്ടുന്നത്? ഇങ്ങനൊരു ഫോമിലാണ് നമ്മുടെ MGF കിട്ടുക. അല്ലാതെ ഒരു ക്ലോസ്ഡ് ഫോം കിട്ടുന്നില്ല. ഇങ്ങനെ e⁻⁻1 ഫ്രം സമ്മേഷൻ x ഫ്രം 0 to infinity e⁻t 2x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ എന്ത് MGF. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് MGF മാത്രം കണ്ടാൽ പോരാ, മീനും കാണണം. സോ എങ്ങനെയാണ് MGFയിൽ നിന്ന് മീൻ കാണുക? MGFയിൽ നിന്ന് മീൻ കാണാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ MGF ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഒരൊറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂവിൽ t ഉണ്ടെങ്കിൽ ആ tക്ക് 0 കൊടുത്താൽ കിട്ടുന്ന ആദ്യത്തെ മൊമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതാണ് നമ്മുടെ മീൻ. ഓക്കെ. വീണ്ടും നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ടിയിൽ ഒരു വാല്യൂ കിട്ടുമല്ലോ, അതിനെ നമ്മൾ വീണ്ടും രണ്ടാം തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് tക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? μ2' കിട്ടും. ഓക്കെ. μ1', μ2', μ3'. ഇതൊക്കെ എന്താണ്? റോ മൊമെൻറ്റ്സ് ആണ്. ഈ റോ മൊമെൻറ്റ്സ് ഒക്കെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ MGFനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് μ1' കിട്ടും. അതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീന്. രണ്ടാം തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് μ2' കിട്ടും. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് x². മൂന്നാമത്തെ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? μ3' കിട്ടും. അതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് x³. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ നമുക്ക് കിട്ടിയ MGFനെ ഒരൊറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നോക്കിയേ. ഫോർ ഫസ്റ്റ് മൊമെൻറ്റ് μ1' ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു mx(t) ആണ് നമ്മുടെ MGF. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് t ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ. ഇവിടെ നോക്കി നോക്കാം. e⁻⁻1 mx(t) എന്താണ്? mx(t) എന്താ കിട്ടിയത്? e⁻⁻1 സമ്മേഷൻ e⁻t 2x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ആണ്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്നത് e⁻⁻1 ശ്രദ്ധിച്ച് ഇവിടെ e⁻ax ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? e⁻ax തന്നെയല്ലേ കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ e⁻t 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x e⁻t 2x അത് തന്നെയാണ് കിട്ടുക. ഓക്കെ. അത് തന്നെയാണ് കിട്ടുക. സോ ഇവിടെ എന്താ കിട്ടിയത്? e⁻⁻1 സമ്മേഷൻ x ഈക്വൽ ടു 0 to infinity e⁻t 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു e⁻t 2x തന്നെ. പിന്നെ x ഫാക്ടോറിയൽ ഉള്ളതിന് ഇവിടെ ഡിനോമിനേറ്ററിൽ എഴുതി at t ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? tക്ക് 0 കൊടുക്കുക. അപ്പോൾ e⁻t അല്ലേ? tക്ക് 0 കൊടുത്താൽ e⁻0 വരും. e⁻0 എന്താണ്? 1 ആണ് അല്ലേ? e⁻0 1 ആണ്. a⁻0 1 ആണ്. അതൊക്കെ അറിയാലോ. ഓക്കെ. അപ്പോൾ ഇവിടെ e⁻0 1 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് e⁻⁻1 സമ്മേഷൻ x ഈക്വൽ ടു 0 to infinity 2x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. ഇതാണ്. അതൊരു റിലേഷൻ ഒരു ഇതുണ്ട്. സമ്മേഷൻ x ഈക്വൽ ടു 0 to infinity a⁻x ബൈ x ഫാക്ടോറിയൽ എന്താ? e⁻a ആണ്. സോ ഇവിടെ നോക്കിയേ. ഇതുപോലെ തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നത് അല്ലേ? ഇതുപോലെ തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നത്. എൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 2 അല്ലേ? സോ e⁻aക്ക് പകരം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? e⁻2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? e⁻2 കിട്ടും. അപ്പം നമുക്ക് കിട്ടും. സോ ആണ് ഇവിടെ എന്ത്? മീന്. സോ μ1' ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു
അപ്പോൾ നമ്മൾ എം ജി എഫിൽ നിന്ന് ആദ്യത്തെ ഒരു ഫസ്റ്റ് മൊമെൻറ്റ് കണ്ടെത്തി, അതാണ് ഇ. ഇനി നമുക്ക് വീണ്ടും സെക്കൻഡ് മൊമെൻറ്റ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? mu2 dash is equal to expectation of x square equal to mx double dash of t. mx of tനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? e റൈസ് ടു ടി 2 റൈസ് ടു എക്സിനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടി 2 റൈസ് ടു എക്സ്. ഇത് ഒറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വീണ്ടും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 റൈസ് ടു എക്സ് ഇൻറ്റു 2 റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടി 2 റൈസ് ടു എക്സ് അല്ലേ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ കിട്ടും. നേരത്തെ പോലെ തന്നെ സമ്മേഷൻ എ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇ റൈസ് ടു എ ആണ്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് 4 ആണ് കിടക്കുന്നത്. സോ ഇ റൈസ് ടു -1 ഇൻറ്റു ഇ റൈസ് ടു 4 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇ ക്യൂബ്. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് മൊമെൻറ്റ്, സെക്കൻഡ് റോ മൊമെൻ്റ് ആണ് അത്. ഇനി അടുത്തത് എന്താണ് തേർഡ് മൊമെൻറ്റ്? തേർഡ് മൊമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യുക? 3 തവണ എം ജി എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ വീണ്ടും 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 റൈസ് ടു എക്സ് 3 തവണ വരും. അപ്പോൾ നമുക്ക് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ അവസാനം ഇ റൈസ് ടു 7 വരും. സോ ഇൻ ജനറൽ നമുക്ക് നമ്മുടെ ഇ റൈസ് ടു എക്സ് കെനെ റോ മൊമെൻറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇ റൈസ് ടു 2k - 1 എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് എം ജി എഫ് കണ്ടുപിടിക്കുന്നു, ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് റോ മൊമെൻറ്റ് കിട്ടും. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടിക്ക് 0 കൊടുക്കുമ്പോൾ സെക്കൻഡ് റോ മൊമെൻറ്റ് കിട്ടും. ആൻഡ് വീണ്ടും 3 വരെ കണ്ടെത്തിയാൽ മതി. എന്നിട്ട് എന്താ ലൈക്ക് ദിസ് നമുക്കിതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് വി വിൽ ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. അങ്ങനെ എഴുതിയില്ലെങ്കിൽ ആദ്യത്തെ 3 റോ മൊമെൻറ്റ് കണ്ടെത്തിയാലും മതി. ഓക്കെ, അത്ര മതി. അപ്പോൾ ഇതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. എം ജി എഫ് കാണുക, എം ജി എഫിൽ നിന്ന് മീന് കാണുക, അല്ലെങ്കിൽ മൊമെൻറ്റ്സ് കാണുക. മീന്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ്, ഇതൊക്കെയാണ് മൊമെൻറ്റ്സ്, റോ മൊമെൻറ്റ്സ് കാണാം. ഇനി നമുക്ക് എന്താണ് ഇതെല്ലാതും കാണാൻ പറ്റും. ഇത് എം ജി എഫിൽ നിന്ന് എല്ലാതും കാണാൻ പറ്റും. സാധാരണ എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുക? അതിനൊന്നും എഴുതിയിട്ടില്ല. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാൻ സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി എക്സ് കൊടുക്കുക. സോ സമ്മേഷൻ ഓവർ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 2 റൈസ് ടു എക്സ് വരും. പ്രോബബിലിറ്റി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റൈസ് ടു -1 ബൈ എക്സ് ഫാക്ടോറിയൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓരോ എക്സിന് 0, 1 അങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുക. അവസാനം ഒരു ഇതുപോലെ ഇ കിട്ടും. അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താലും ഈ സെയിം തന്നെ ആൻസർ കിട്ടുക. പക്ഷേ എം ജി എഫ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടും. അതായിരിക്കും കുറച്ചും കൂടി ഈസി മെത്തേഡ്. ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടിയൊക്കെ വരില്ലേ? ഓക്കെ, സോ അതാണ് ഫസ്റ്റ് 11th ക്വസ്റ്റ്യൻ. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കിയേ. 12th ക്വസ്റ്റ്യൻ ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഷോ ദാറ്റ് mu xy square less than or equal to sigma x square sigma y square where mu xy square is the bivariate central moment of order 2 of the random vector xy. ഓക്കെ, നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. അതായത് ഈ റിലേഷൻ നമ്മൾ കണ്ടെത്തണം. ഇത് ഷോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. mu എക്സ് വൈ സ്ക്വയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. mu എക്സ് വൈ സ്ക്വയർ ബൈവേരിയേറ്റ് സെൻട്രൽ മൊമെൻ്റ് ആണ്. 2 റാൻഡം വെക്ടറുകളുടെ ബൈവേരിയേറ്റ് സെൻട്രൽ മൊമെൻ്റ് ആണ് mu എക്സ് വൈ സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്താണ്? എക്സിൻ്റെ വേരിയൻസ് ആണ്. സിഗ്മ വൈ സ്ക്വയർ വൈൻ്റെ വേരിയൻസ് ആണ്. സോ നമുക്ക് ഇത് ഷോ ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് കോഷി-ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി വെച്ചിട്ടാണ് നമ്മളിത് ഷോ ചെയ്യുക. കോഷി-ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി ആദ്യം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. കോഷി-ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി പറഞ്ഞാൽ ഇതാണ്: എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഇതാണ് കോഷി-ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി. സോ ഈ ഒരു കോഷി-ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷൻ ഷോ ചെയ്യുന്നത്. ഓക്കെ, expectation of xy square
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഇതാണ് കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി. നമുക്ക് നോക്കാം. ആദ്യം മ്യൂ എക്സ് വൈ എന്താണ്? മ്യൂ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൊവേരിയൻസ് ആണ്. സോ മ്യൂ എക്സ് വൈനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈന്ന് എഴുതാം. കൊവേരിയൻസ് ഒക്കെ കൊവേരിയൻസിൻ്റെ ജനറൽ ഫോർമുലയാണത് കേട്ടോ. കൊവേരിയൻസ് ഓഫ് എക്സ് വൈനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മ്യൂ എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് മ്യൂ എക്സ് എന്ന് കൊടുക്കുക. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? മ്യൂ എക്സ് ആണ് അല്ലേ, മീനാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് മ്യൂ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈൻ്റെ സ്ഥാനത്ത് മ്യൂ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താണ് കിട്ടും? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ. ഇതാണ് നമ്മുടെ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ അല്ലേ. ഇനി സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, ഇതൊക്കെ ഫണ്ടമെൻ്റൽ ഫോർമുലകളാട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെയും വീണ്ടും അഗെയിൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് മ്യൂ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് മ്യൂ വൈ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈൻ്റെ സ്ഥാനത്ത് മ്യൂ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആദ്യം എന്താണ്? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തു. സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല ഡിഫൈൻ ചെയ്തു. സിഗ്മ വൈ സ്ക്വയർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ദെൻ നമ്മൾ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യാണ്. സോ എന്താണ് കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി? ഇതാണ് കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി. രണ്ട് റാൻഡം വേരിയബിൾ എടുക്കുക, യുവും വിയും. ദെൻ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് യു വി ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ. ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് യു എക്സ് എന്നും വിൻ്റെ സ്ഥാനത്ത് വൈ മൈനസ് യു വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് യു എക്സും വൈൻ്റെ സ്ഥാനത്ത് വൈ മൈനസ് യു വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതെന്താണ്? യു എക്സ് വൈ സ്ക്വയർ ആണ്. ഇതെന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ആണ്. ഇത് സിഗ്മ വൈ സ്ക്വയർ ആണ്. സോ നമ്മൾ ഷോ ചെയ്തില്ലേ? നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞ സാധനമില്ലേ നമ്മളിവിടെ ഷോ ചെയ്തിട്ടുള്ളത്? അത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഒന്ന് അപ്ലൈ ചെയ്യാനുള്ളൂ. ഓക്കെ, വളരെ ഒരു സിമ്പിളാണ്. അത് യു എക്സ് വൈ എഴുതുക. യു എക്സ് വൈ എഴുതി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. സോ അത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയർ എഴുതി. ദെൻ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി എഴുതുക. എക്സ്പെക്റ്റേഷൻ ഓഫ് യു വി ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ. യുവിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് യു എക്സ് എന്നും വിൻ്റെ സ്ഥാനത്ത് വൈ മൈനസ് യു വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഇതിനെയല്ലേ നമ്മൾ യു എക്സ് വൈ എന്ന് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ യു എക്സ് വൈ ഹോൾ സ്ക്വയർ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് സിഗ്മ എക്സ് സ്ക്വയർ, ഇത് സിഗ്മ വൈ സ്ക്വയർ. സോ അത്രയേ ഉള്ളൂ. വളരെ ഒരു എന്താണ് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ഒരു പ്രൂഫാണ്. ക്വസ്റ്റ്യൻ വായിക്കാതെ. പ്രൂവ് ദാറ്റ് xn converges to x, rth mean, which implies xn converges in probability to x. When is the converse true? Use the following example to prove it. Let xn n greater than or equal to 1 be a sequence of random variables such that probability of xn equal to 0 equals 1 minus 1 by n. Probability of xn equal e raised to n equal to 1 by n, n greater than or equal to 1. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് xn കൺവേർജൻസ് ആർത്ത് മീൻ എക്സ്.
എക്സ് എൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. അതായത് x1 x2 അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ് എക്സ് എൻ. ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എക്സ് എൻ എക്സിലേക്ക് കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ആണെങ്കിൽ എന്താണ്, എക്സ് എൻ എക്സിലേക്ക് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെന്ന് ഷോ ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് ഇത് കോൺവേഴ്സ് എപ്പോഴാണ് ട്രൂ ആവുക, പിന്നെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് കോൺവേഴ്സ് ട്രൂ ആവുമെന്ന് ഷോ ചെയ്യും. 3 ക്വസ്റ്റ്യനാണ് ഇതിൽ ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ. ഇത് നമ്മൾ ചെയ്യുക മാർക്കോസ് ഇൻഇക്വാലിറ്റി വെച്ചിട്ടാണ്. മാർക്കോസ് ഇൻഇക്വാലിറ്റി ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നു ഡിസ്കസ് ചെയ്യുമ്പോൾ. മാർക്കോസ് ഇൻഇക്വാലിറ്റി എന്താ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ എ. ഇതാണ് മാർക്കോസ് ഇൻഇക്വാലിറ്റി. സോ മാർക്കോസ് ഇൻഇക്വാലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് എൻ കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു എക്സ് എന്ന് ഷോ ചെയ്യണം. ഓക്കെ, ഫോർ എനി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഈ ആപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു വളരെ ചെറിയൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതായത് ഇപ്പം നമ്മളൊരു നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തണം അല്ലേ. നമുക്കിപ്പോൾ ഒരു മീൻ കണ്ടെത്തണം വിചാരിക്കുക. ഒരു 1000 പേരുള്ള 1000 പേരുള്ള ഒരു പോപ്പുലേഷൻ്റെ മീൻ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ 1000 പേരുള്ള ഒരു പോപ്പുലേഷൻ്റെ മീൻ കണ്ടെത്തണം. അതായത് മ്യൂ കണ്ടെത്തണം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 1000 പേരുടെ ഡാറ്റ എടുക്കണം അല്ലേ. പക്ഷെ അത് പ്രാക്ടിക്കലി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 1000 പേരിൽ നിന്ന് നമുക്ക് 1000 പേരുണ്ട് കേട്ടോ അതിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പേരുടെ ഡാറ്റ എടുക്കൽ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഒരു 200 പേരെടുത്തു. ഇതിൽ നിന്ന് കുറച്ച് 200 പേരെടുത്തിട്ട് അവരുടെ ഡാറ്റ എടുത്തിട്ട് മീൻ കണ്ടെത്താൻ നോക്കും. അപ്പോൾ വളരെ കുറച്ച് 1000 പേരിൽ നിന്ന് 200 പേരെടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടെത്തും, മീൻ കണ്ടെത്താൻ നോക്കും. സോ ഈ 1000 പേരിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുക. 200 പേരിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുക. സോ നമുക്ക് എപ്പോഴും ടോട്ടൽ പോപ്പുലേഷൻ വെച്ചിട്ട് ഒരു ഇൻഫോർമേഷൻ, അതായത് പോപ്പുലേഷൻ്റെ ഒരു സവിശേഷത കണ്ടെത്താൻ പറ്റണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നിന്ന് കുറച്ച് ഈ ഇൻഫോർമേഷൻ കണ്ടെത്തും. എന്നിട്ട് നമ്മൾ എന്ത് പറയും, ഈ സാമ്പിളിൻ്റെ ഇൻഫോർമേഷൻ സാമ്പിളിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ഇങ്ങനെയാണ്, സോ പോപ്പുലേഷനും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ജനറൽ ആയിട്ടൊരു ഐഡിയയ്ക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ഇതിനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1000 പേരുടെ 1000 പേരുടെ മീന് സപ്പോസ് ഒരു 20 ആണെന്ന് വെക്കുക. ഇപ്പം ഞാനിപ്പോൾ ആകെ 200 പേരുടെ അല്ലേ എടുത്തത്. ഒരു സാമ്പിൾ എടുത്തു, 200 പേരടങ്ങുന്ന ഒരു സാമ്പിൾ എടുത്തു. അപ്പോൾ അവരുടെ മീൻ കണ്ടെത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്, ഒരു 15 എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു എറർ ഇല്ലേ, ഒരു 5 ഇല്ലേ. അതായത് നമ്മുടെ പോപ്പുലേഷൻ മീനും സാമ്പിളിൻ്റെ മീനും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ, 5. അപ്പോൾ അതിനർത്ഥം എന്താ, ഞാൻ എടുത്ത സാമ്പിള് കുറച്ചും കൂടി വലിയ സാമ്പിൾ എടുത്താൽ എനിക്ക് കുറച്ചും കൂടി നല്ല ഡാറ്റ കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ ഈ 200 മാറ്റിയിട്ട് എന്താക്കി, 500 എടുത്തു. അപ്പോൾ എനിക്ക് മീൻ എന്ത് കിട്ടി, സാമ്പിളിൻ്റെ മീൻ എന്ത് കിട്ടി, 18 കിട്ടി അല്ലേ. പിന്നെ ഇവിടെയുള്ള ഡിഫറൻസ് 2 ആയില്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വലിയ സാമ്പിൾ എടുക്കുക, അതായത് 800 പേരെടുത്താൽ എനിക്ക് ചിലപ്പോൾ 19 പോയിൻറ്റ്, അപ്പോൾ 800 പേരുടെ ഒരു സാമ്പിൾ എടുത്താൽ മേ ബി എനിക്ക് കിട്ടുന്ന
മീന് 19.1 ആയിരിക്കും. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഈ ഡിഫറൻസ് ഇല്ലേ നമ്മുടെ പോപ്പുലേഷൻ്റെ മീനും, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഈ പോപ്പുലേഷൻ്റെ മീനും സാമ്പിൾ മീനും തമ്മിലുള്ള ആ ചെറിയ ഡിഫറൻസ് ഇല്ലേ 19.1 ഇടയിലുള്ള ചെറിയ ഡിഫറൻസ്, ഈ ചെറിയ ഡിഫറൻസ് ആണ് ഇറർ. അപ്പോൾ ഈ സാമ്പിളിൻ്റെ സൈസ് കൂടും തോറും, അതായത് ആദ്യം നമ്മൾ 200 എടുത്തു, പിന്നെ 500 എടുത്തു, 800 എടുത്തു, ഇപ്പോൾ നമ്മൾ 2000 ആണ് എടുക്കുക വെച്ചെങ്കിൽ എക്സാക്റ്റ് ഫുൾ പോപ്പുലേഷൻ എടുക്കുക വെച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുമല്ലോ. പക്ഷെ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായ കാരണം നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. സോ സാമ്പിൾ സൈസ് കൂടും തോറും നമ്മുടെ വാല്യൂ എന്ത് ചെയ്യും, 20ൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ അവിടെ ഇറർ കുറഞ്ഞു വരും. സോ n എന്താണ്, n വലുതാവും തോറും, അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്താവും, ആപ്സിലോണിൻ്റെ വാല്യൂ കുറഞ്ഞു വന്നിട്ട് നമ്മുടെ പോപ്പുലേഷനും സാമ്പിളിൻ്റെ മീനും കൺവേർജ് ചെയ്യും ഇല്ലേ. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയിൽ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. എന്താണ്, നമ്മുടെ സാമ്പിൾ സൈസ്, അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി, ആപ്സലോൺ നെഗ്ലിജിബിൾ ആവും. അപ്പോൾ xn കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു x ആണ്. ഓക്കെ, ഇതാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയിൽ പറയുന്നത്. സാമ്പിൾ സൈസ് കൂടുന്തോറും ഇവർ തമ്മിലുള്ള സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിളും ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വന്നിട്ട് അത് കൺവേർജ് ചെയ്യും, അത് പരസ്പരം കൺവേർജ് ചെയ്യും. അതാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. പക്ഷെ ഇവിടെ എന്താ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്നുള്ള ഐഡിയ ജസ്റ്റ് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, കൺവേർജൻസ് ഇൻ മീൻ, ആർത്ത് മീൻ ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ട്. അതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, R, P, L ഓൾമോസ്റ്റ് ഷുവർ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ പറയാം, കൺവേർജൻസ് ഇൻ R ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ഇത് തിരിച്ച് ഇംപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലോർക്കുക. R, P, L ഓൾമോസ്റ്റ് ഷുവർ. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ, കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഇവിടുന്ന് തിരിച്ചിട്ടൊരു എന്താണ് ഇംപ്ലിക്കേഷൻ വരുന്നില്ല, അത് ആലോചിക്കുക. ഇനി നമുക്ക് പ്രൂഫിലോട്ട് പോവാം. ഞാൻ പറഞ്ഞു ഓൾറെഡി, മാർക്കോസ് ഇൻഇക്വാലിറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു അല്ലേ. പ്രൂഫ് നോക്കാം. ഓക്കെ, ഫോർ എനി ആപ്സിലോൺ. ഓക്കെ, ഈ ആപ്സിലോൺ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ഇറർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഈ ആപ്സിലോൺ മാക്സിമം കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഫോർ എനി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ഈക്വൽസ് ടു, അതായത് ഈ എക്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സന് എക്സിലേക്ക് കൺവേർജ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതാണ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ എന്ന് പറയുന്നത്. എക്സനിനും ഇടയിലുള്ള ചെറിയൊരു ഇററിനെയാണ് ആപ്സിലോൺ നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് റൈസ് ടു ആർ ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ റൈസ് ടു ആർ അല്ലേ. ആറ് കൊണ്ട് അതായത് പവറിൽ 6 വന്നു വെച്ചിട്ട് വലിയ മാറ്റമൊന്നും വരുന്നില്ല, രണ്ട് സൈഡിലും പവറിൽ 6 വന്നു. സോ ഇനി നമ്മൾ മാർക്കോസ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുക. മാർക്കോസ് ഇൻഇക്വാലിറ്റിയിൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഈ ഒരു ഇതിനാണ് നമ്മൾ മാർക്കോസ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നത്. സോ എന്തായിരുന്നു മാർക്കോസ് ഇൻഇക്വാലിറ്റി, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈ ആപ്സിലോൺ. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആപ്സിലോൺ ലെസ് ദാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈ ആപ്സിലോൺ. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് മോഡ് xn മൈനസ് എക്സ് റൈസ് ടു ആർ ആണ്. ആപ്സിലോണിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് ആപ്സിലോൺ റൈസ് ടു ആർ ആണ്. സോ റൈറ്റിൽ എന്ത് വരും, ഇതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn മൈനസ് എക്സ് റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ ആപ്സിലോൺ റൈസ് ടു ആർ എന്ന് വരും. നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ xn കൺവേർജൻസ് ടു എക്സ് ഇൻ ആർത്ത് മീൻ കൺവേർജൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അതിനർത്ഥം എന്താണ്, ഈ ഒരു ക്വാണ്ടിറ്റി 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഈ ഒരു ക്വാണ്ടിറ്റി 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു
ക്വാണ്ടിറ്റി സീറോയിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ക്വാണ്ടിറ്റിയും സീറോയിലോട്ട് കൺവേർജ് ചെയ്യുമല്ലോ. അപ്പം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, എക്സ് എൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു എക്സ് എന്ന് പറയാൻ പറ്റും. ഇതാണ് പ്രൂഫ്. ഒന്നും കൂടി പറയാം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആർത്ത് മീൻ എക്സ് എൻ കൺവേർജൻസ് ടു എക്സ് ആർത്ത് മീൻ ഉണ്ടെങ്കിൽ എക്സ് എൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി പ്രൂവ് ചെയ്യണം. സോ നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഈക്വൽസ് ആറിൽ, അതായത് രണ്ടിലും ആറിൻ്റെ പവർ വന്നു. സോ ആർ ഒരു ഗ്രേറ്റർ ദാൻ 0 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയാണ്. എന്നിട്ട് മാർക്കോസ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തു. മാർക്കോസ് ഇൻഇക്വാലിറ്റി ഇന്നലെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് റൈസ് ടു ആർ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് റൈസ് ടു ആർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ബൈ ആർ. സോ ഇവിടെ ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് എക്സ് എൻ കൺവേർജൻസ് ടു എക്സ് ആർത്ത് മീൻ ഉണ്ട്, ആർത്ത് മീൻ കൺവേർജൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ക്വാണ്ടിറ്റി സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ക്വാണ്ടിറ്റിയും സീറോയിലോട്ട് കൺവേർജ് ചെയ്യും. സോ ദാറ്റ് ഈസ് probability of mod xn minus x raised to r greater than epsilon converges to 0 as n tends to infinity. Therefore xn convergence in probability to x. സോ അതുകൊണ്ട് xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൂഫ്. ഇനി തിരിച്ചുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ അത് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാം. കാരണം ഇതിൽ അവരൊരു പ്രോബ്ലം തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. ആ പ്രോബ്ലം വെച്ചിട്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, സോ പ്രോബ്ലം ഇതാണ്. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ സച്ച് ദാറ്റ് probability of xn equal to 0 1 by 1 minus n probability of xn equal to e raised to n equal to 1 by n. സോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, xn converges to 0 in probability. ഓക്കെ, xn സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ അതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് 0 ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് xn ഈക്വൽ ടു ഇ റൈസ് ടു എൻ ഈക്വൽ ടു 1 by n ആണ്. മറ്റേ കേസ് വരില്ല, കാരണം xn ഈക്വൽ ടു 0 അല്ലേ. അറ്റ് 0ൽ 1 മൈനസ് 1 by n ആണ്. സോ ആ കേസ് എടുക്കുന്നില്ല. xn ഈക്വൽ ടു ഇ റൈസ് ടു എൻ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അവിടെ 1 by n ആണ്. നമുക്കറിയാം അല്ലേ, n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n എന്തായിരിക്കും, 0 ആയിരിക്കും. സോ xn കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു 0 എന്ന് ഉള്ള കണ്ടീഷൻ കിട്ടും. അപ്പോൾ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇനി കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ആർത്ത് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. നൗ വി കാൽക്കുലേറ്റ് ആർത്ത് മൊമെൻറ്റ് ഫോർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn മൈനസ് 0 റൈസ് ടു r ഈക്വൽസ് എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn റൈസ് ടു r. സോ 0 റൈസ് ടു r ഇൻറ്റു 1 മൈനസ് 1 by n plus e raised to n raised to r into 1 by n, which is equal to e raised to n raised to r divided by n tends to infinity as n tends to infinity. കാരണം എന്താ, എക്സ്പോണൻഷ്യലാണ്. സോ ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും കണ്ടു, ന്യൂമറേറ്റർ ഭയങ്കര സ്പീഡിലാണ് വലിയ വാല്യൂയിലേക്ക് എത്തുന്നത്, പക്ഷെ ഡിനോമിനേറ്റർ മെല്ലെ മെല്ലെയാണ് വലിയ വാല്യൂയിലേക്ക് എത്തുന്നത്. സോ ഇതെന്താണ്, അതേ സെയിം ഇത് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ഇ റൈസ് ടു n റൈസ് ടു r ഡിവൈഡഡ് ബൈ n ടെൻസ് ടു ഇൻഫിനിറ്റി as n ടെൻസ് ടു ഇൻഫിനിറ്റി. ശരിക്കും ഇവിടെ 0ക്ക് ടെൻഡ് ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ആർത്ത് മീൻ കൺവേർജൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇൻഫിനിറ്റിയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ എന്ത് പറയാം, ഈ സീക്വൻസ് ആർത്ത് മീൻ കൺവേർജൻസ് ഇല്ല. സോ അക്കോർഡിംഗ് ടു ദിസ് എക്സാമ്പിൾ പറയാൻ പറ്റും, convergence in probability does not imply convergence in arth mean. Okay, convergence in probability does not imply convergence in probability.
സോറി കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഡസൻ ഇംപ്ലൈ കൺവേർജൻസ് ഇൻ rth മീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് ഇഫ് mu r dash finite then prove that mu s dash finite for 0 less than s less than r and s are integers. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. mu r dash എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു ആർ ആണ്. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഫൈനൈറ്റ് വാല്യൂ പറഞ്ഞാൽ അതിനൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും, ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ mu r dash ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ mu s dash ഒരു ഫൈനൈറ്റ് വാല്യൂ ആകണം. അത് പ്രൂവ് ചെയ്യണം. തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ എസ് ലെസ് ദാൻ ആർ ആണ്. ഓക്കെ, എസ് ആറിനെയും കാട്ടിയും ചെറിയൊരു വാല്യൂ ആണ് എസ്, പക്ഷേ 0നെയും കാട്ടിയും വലിയൊരു വാല്യൂ ആണ്. ആറും എസ് ഇൻറ്റീജർ ആണ്. സോ ഇത്രയും കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഷോ ചെയ്യണം, mu s ഡാഷ് അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു എസ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്, പ്രൂവ് ചെയ്യണം. നോക്കാം. പ്രൂഫ്, ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. സോ mu r ഡാഷ് എന്താണ്, ഇത് ഗിവൺ തന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ്. mu r ഡാഷ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു ആർ ഫൈനൈറ്റ് ആണ് തന്നിട്ടുള്ളത്. Now we have to show that mu s dash expectation of mode x raised to s finite for 0 less than s less than r. Okay, so since 0 less than s less than r for any real number x നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 0 less than s less than r ആയ കാരണം നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, മോഡ് എക്സ് റൈസ് ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ് റൈസ് ടു ആർ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ഇവർ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എസ് ആറിനെയും കാട്ടിയും ചെറിയൊരു വാല്യൂ ആണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് റൈസ് ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ് റൈസ് ടു ആർ. ഓക്കെ, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഈ രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുക്കുക. എക്സ്പെക്റ്റേഷൻ എടുത്താലും ചേഞ്ച് ഒന്നും വരുന്നില്ല. So expectation of mode x raised to s less than or equal to expectation of 1 plus mode x raised to r. Expectation അകത്തേക്ക് കൊടുക്കുക. So expectation of mode x raised to s less than or equal to expectation of constant എന്താ, constant തന്നെയാണ്. So expectation of 1 ആണ്. So 1 plus expectation of mode x raised to r. Given that എന്ത് നമുക്ക് തന്നിട്ടുണ്ട്, mu r dash ഒരു ഫൈനൈറ്റ് ആണ്, ഈ വാല്യൂ ഒരു ഫൈനൈറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ആ ഫൈനൈറ്റ് വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ തന്നെയല്ലേ കിട്ടുക. സോ അത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു എസും ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ഹെൻസ് പ്രൂവ്ഡ്. അതായത് അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു ആർ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെന്ന് ഇവർ പറയുന്നിട്ടുണ്ട്. സപ്പോസ് നമ്മൾ എന്തെടുക്കുക, 2 ആണെന്ന് എടുക്കുക. ഓക്കെ, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 3 ആണ് കിട്ടുക. സോ എന്താണ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം, എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഒരു ഫൈനൈറ്റ് അല്ലേ, നമുക്ക് ഫൈനൈറ്റ് കൊടുക്കും. അതാണ് പ്രൂഫ്. ഇവിടെ ഈ ഒരു കണ്ടീഷൻ എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കണ്ടീഷൻ എടുത്താൽ നമുക്ക് വേഗം കിട്ടും. ഈ കണ്ടീഷൻ ഓക്കെ, തന്നിട്ടുള്ളത് 0 ലെസ് ദാൻ എസ് ലെസ് ദാൻ ആർ ആണ്. സോ നമുക്ക് എക്സ് ഒരു റിയൽ നമ്പർ ആണ്. സോ നമുക്ക് ഈ മോഡ് എക്സ് റൈസ് ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ് റൈസ് ടു ആർ എന്ന് എടുക്കാം. രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുക്കുന്നു, എക്സ്പെക്റ്റേഷൻ അകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു ആർ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. അതായത് നമുക്ക് എന്താണ്, ഇപ്പോൾ 1 2 3 അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വാല്യൂ ആണ്. 1 2 3 100ഓ ഏതോ ആവട്ടെ, അങ്ങനെ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, ഒരു ഫൈനൈറ്റ് വാല്യൂ തന്നെ കിട്ടുക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റൈസ് ടു എന്താണ്, ഒരു ഫൈനൈറ്റ് എന്ന് നമുക്ക് കിട്ടും.
അങ്ങനെ ഇത് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കണ്ടീഷൻ നോക്കി വെച്ചാൽ മതി. ഈ കണ്ടീഷൻ കിട്ടിയാൽ ജസ്റ്റ് എക്സ്പെക്റ്റേഷൻ എടുത്തിട്ട് നമുക്ക് ബാക്കി പ്രൂഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം അടുത്തത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലിൻബർഗ്-ലെവി തിയറം. ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലിൻബർഗ്-ഫെല്ലർ ഫോം ഓഫ് സെൻട്രൽ തിയറം. ഓക്കെ, ഈ പ്രൂഫിൽ ഈ ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് 2-3 ടെക്സ്റ്റുകൾ നോക്കി, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടുകയെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താണ് ലിൻബർഗ്-ലെവി തിയറം ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോളൂ കേട്ടോ. ലിൻബർഗ്-ലെവി തിയറത്തിൻ്റെ ഇഫ് x1 x2 എക്സിട്ര xn ബി IID റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഈക്വൽ ടു μ1 ആൻഡ് വേരിയൻസ് ഓഫ് xi ഈക്വൽ ടു σ1 ഫോർ ഓൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, then Sn equal to x1 plus x2 plus etc plus xn is asymptotically normal with the mean mu equal to n mu1 and variance sigma square equal to n sigma 1 square. So yn equal to summation xi minus n mu1 divided by root n sigma 1 equal to root n into xn bar minus mu1 by sigma 1 has a limiting distribution n01. ഓക്കെ, ഇങ്ങനെ വായിക്കുമ്പോൾ കൺഫ്യൂഷനായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. എന്താണ് പറയുന്നത്? x1 x2 എക്സിട്ര xn IID റാൻഡം വേരിയബിൾ ആണ്. IID റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ എന്നാണ്. അതായത് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x3 എല്ലാം സെയിം റാൻഡം വേരിയബിൾ തന്നെയാണ്. IID എന്ന് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഐഡൻറ്റിക്കൽ പറഞ്ഞാൽ x1ഉം x2ഉം x3ഉം എല്ലാം സെയിം ആണ്. സോ x1ൻ്റെ മീൻ തന്നെയായിരിക്കും x2ൻ്റെ മീനും. x1ൻ്റെ മീന് മ്യൂ ആണെങ്കിൽ x2ൻ്റെ മ്യൂ ആയിരിക്കും, x3ൻ്റെ മ്യൂ ആയിരിക്കും. അതുപോലെ x1ൻ്റെ വേരിയൻസ് സിഗ്മ 1 സ്ക്വയർ ആണെങ്കിൽ x2ൻ്റെ സിഗ്മ സ്ക്വയറും x2ൻ്റെ വേരിയൻസും സിഗ്മ 2 സ്ക്വയർ ആയിരിക്കും, x3ൻ്റെ വേരിയൻസും സിഗ്മ 1 സ്ക്വയർ ആയിരിക്കും. സോ IID എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ മീനായാലും വേരിയൻസ് ഒക്കെ സെയിം ആയിരിക്കും. എല്ലാ റാൻഡം വേരിയബിൾസിനും മീനും വേരിയൻസും സെയിം ആയിരിക്കും. ഓക്കെ, എന്നാണ് പറയുന്നത്. സോ ഇവിടെ നോക്കിയേ, x1 x2 എക്സിട്ര xn ആർ IID റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഈക്വൽ ടു μ1. സോ IID റാൻഡം വേരിയബിളിൻ്റെ മീന് μ1 ആണ്, വേരിയൻസ് xi സിഗ്മ 1 ആണ്. സിഗ്മ 1 സ്ക്വയർ ഉണ്ട് കേട്ടോ. സിഗ്മ 1 സ്ക്വയർ ഉണ്ട്, ശ്രദ്ധിക്കണം. സിഗ്മ 1 സ്ക്വയർ ഫോർ ഓൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. x1 x2 എക്സിട്ര xn IID റാൻഡം വേരിയബിൾ ആണ്, മീന് μ1 ആണ്, വേരിയൻസ് സിഗ്മ 1 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ IID റാൻഡം വേരിയബിളിൻ്റെ സമ്മ് എന്താണ്? n μ1ഉം സമ്മിൻ്റെ മീന് n μ1ഉം വേരിയൻസ് n സിഗ്മ 1 സ്ക്വയറും ആണ്. അങ്ങനെയാണെങ്കിൽ yn എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു SNനെ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ കിട്ടുന്നതാണ് yn. ഈ yn ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതാണ് ലിൻബർഗ്-ലെവി തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഒരു IID റാൻഡം വേരിയബിളിൻ്റെ സമ്മ് സ്റ്റാൻഡർഡൈസ് ചെയ്താൽ അത് ഫോളോ ചെയ്യുന്ന എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, വിത്ത് n01 ആയിരിക്കും. ഓക്കെ, ഒരു IID റാൻഡം വേരിയബിളിൻ്റെ സമ്മ് അസിംപ്റ്റോട്ടിക്കലി ഫോളോ ചെയ്യുന്നത് IID റാൻഡം വേരിയബിളിൻ്റെ സമ്മ് സ്റ്റാൻഡർഡൈസ് ചെയ്താൽ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതാണ്
ലിൻബർഗ് ലെവി തിയറം പറയുന്നത്. ഓക്കെ, സോ കുറച്ച് കാര്യം പറയാനുള്ളത്, ഈ എസ് എൻ കണ്ടോ, ഈ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ IID റാൻഡം വേരിയബിൾ സം ചെയ്ത് കിട്ടുന്നതാണ് എസ് എൻ. എല്ലാ റാൻഡം വേരിയബിളും, അത് എക്സ് മുതൽ x1 മുതൽ xn വരെയുള്ള റാൻഡം വേരിയബിൾ സം ചെയ്താൽ കിട്ടുന്നതാണ് എസ് എൻ. ഈ എസ് എന്നിൻ്റെ മീൻ എന്തായിരിക്കും, x1ൻ്റെ മീന് μ1 ആണ്, x2ൻ്റെ മീന് μ1 തന്നെയാണ്, x3ൻ്റെ മീനും μ1 തന്നെയാണ്, പ്ലസ് എക്സിട്ര xnൻ്റെ മീനും എന്താണ് μ1 തന്നെയാണ്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്താം, n μ1 എന്ന് എഴുതിക്കൂടെ, കാരണം μ1 പ്ലസ് μ1 പ്ലസ് μ1 പ്ലസ് μ1 എക്സിട്ര പ്ലസ് μ1. സോ അതിനെ നമുക്ക് n μ1 എന്ന് എഴുതാം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് എൻ എന്താണ്, n μ1 ആണ്. അതുപോലെ ഇതിൻ്റെ വേരിയൻസ് എന്തായിരിക്കും, x1ൻ്റെ എന്തായിരിക്കും, വേരിയൻസ് ഓഫ് x1 σ1² ആണ്, വേരിയൻസ് ഓഫ് x2 σ1² ആണ്. സോ അതിന് നമുക്ക് എന്ത് ചെയ്താം, വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് എക്സിട്ര പ്ലസ് വേരിയൻസ് ഓഫ് xnനെ σ1² പ്ലസ് σ1² പ്ലസ് എക്സിട്ര പ്ലസ് σ1², കാരണം എല്ലാം ഐഡൻറ്റിക്കലാണ്. സോ എല്ലാതിൻ്റെയും വേരിയൻസ് ഒന്നാണ്. സോ അതിന് നമുക്ക് n σ1² എന്ന് എഴുതിക്കൂടെ. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ എസ് എന്നിൻ്റെ മീൻ എന്താണ്, n μ1 വേരിയൻസ് എന്താണ്, n σ1² ആണ്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക? സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എസ് എന്നിനെ അതിൻ്റെ മീന്, എസ് എന്നിന്ന് അതിൻ്റെ മീന് കുറയ്ക്കുക, n μ1 കുറയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത് നോർമൽ 0,1 ആണ്. അതാണ് ഈ തിയറം പറയുന്നത്. ഇനി ആദ്യം മുതൽ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒന്നുകൂടി വായിച്ചേ. ഇഫ് x1 x2 എക്സിട്ര xn ആർ IID റാൻഡം വേരിയബിൾ. ഓക്കെ, x1 x2 xnഉം എന്താണ്, IID ആണ്, ഐഡൻറ്റിക്കൽ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ മീൻ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് xi μ1 ആണ്, വേരിയൻസ് ഓഫ് xi σ1 ആണ്. സോ എല്ലാ റാൻഡം വേരിയബിളിൻ്റെ മീനും μ1 ആണ്, എല്ലാ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് σ1² ആണ്. അവിടെ σ1² എന്ന് എഴുതണം, അത് വിട്ടുപോയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മ്, ഈ എല്ലാ റാൻഡം വേരിയബിളിൻ്റെ IID റാൻഡം വേരിയബിളിൻ്റെ സമ്മ് സ്റ്റാൻഡർഡൈസ് ചെയ്താൽ, അതായത് ആ ഒരു എസ് എന്നിൻ്റെ മീന് n μ1 കുറയ്ക്കുക, ദെൻ അതായത് സബ്ട്രാക്ട് ചെയ്യുക അതിൻ്റെ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക. ഓക്കെ, വേരിയൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ലോട്ട്സ് ഓഫ് ഇൻഫോർമേഷൻ ആവുമോ? ഓക്കെ, അതിൻ്റെ ഒരു σ² ആണ് n σ1². അപ്പോൾ റൂട്ട് σ² എന്താ, റൂട്ട് n σ1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റൂട്ട് എന്നിന് മാത്രമാണ്, എന്നിന് മാത്രം ഇവിടെ റൂട്ടുള്ളൂ, σ1ന് ഇവിടെ റൂട്ടില്ല. എന്നിന് മാത്രമേ റൂട്ടുള്ളൂ, σ1ന് ഇവിടെ റൂട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ IID റാൻഡം വേരിയബിളിൻ്റെ സമ്മിനെ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ അത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതാണ് ഈ പ്രൂഫ്, ഈ തിയറം. ഞാൻ അതിൻ്റെ പ്രൂഫ് നോക്കാം. n01 എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്, മീൻ അപ്പോൾ 0 ആയിരിക്കും, 1 എന്താണ്, വേരിയൻസ് ആണ്. മീന് 0യും വേരിയൻസ് 1ഉം ആണ്. നമുക്കിത് പ്രൂഫ് നോക്കാം കേട്ടോ. ഓക്കെ, വി ഹാവ് yn എന്താണ്, സമ്മേഷൻ xi. സമ്മേഷൻ xi എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര അല്ലേ, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, we have yn equal to summation xi minus n μ1 divided by root n into σ1. സോ സമ്മിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. സോ സമ്മേഷൻ xiനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn എന്ന് എഴുതാം, മൈനസ് n μ1 ഡിവൈഡഡ് ബൈ റൂട്ട് n σ1. ഓക്കെ, സോ ഈ n μ1ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ μ1 പ്ലസ് μ2 പ്ലസ് എക്സിട്ര പ്ലസ് μn എഴുതാലോ.
സോ ഇതിനെ രണ്ടിനും അടുപ്പിച്ച് എഴുതാം. ഈ x1 മൈനസ് μ1 പ്ലസ് x2 മൈനസ് μ1 പ്ലസ് എക്സിട്ര പ്ലസ് xn മൈനസ് μ1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ. ഓക്കെ, ഇതുവരെ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആദ്യം yn സ്റ്റാൻഡർഡൈസ് ചെയ്തു. yn ഈക്വൽ ടു സമ്മേഷൻ yn സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്, ഈ Sn സ്റ്റാൻഡർഡൈസ് ചെയ്തു. സോ yn എന്ത് കിട്ടി? yn ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് n μ1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1. ഓക്കെ, സമ്മേഷൻ xiനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, അതായത് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ n μ1നെയും എക്സ്പാൻഡ് ചെയ്തു. n μ1 എന്താണ്? μ1 പ്ലസ് μ2 പ്ലസ് എക്സിട്ര μ1 പ്ലസ് μ1 പ്ലസ് μ1 എക്സിട്ര പ്ലസ് μ1. എന്നിട്ട് ഇതിനെ ഒരുമിച്ച് എഴുതി, x1നെയും μ1നെയും ഒരുമിച്ച് എഴുതി. സോ നമുക്ക് എന്ത് കിട്ടും? x1 മൈനസ് μ1 x2 മൈനസ് μ1 എക്സിട്ര xn മൈനസ് μ1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് MGF വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു എന്ത്? MGF mx ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണെന്ന് പറഞ്ഞു. സോ അത് ഓർത്തിരിക്കുക, അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ദെർഫോർ MYN ഓഫ് ടി ഈക്വൽ ടു, കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഗ്രാസ്പ് ചെയ്യാൻ, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക. Therefore, MYN of t equal to expectation of e raised to ty n. അല്ലേ, ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? mx of t equal to expectation of e raised to tx അല്ലേ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് yn ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ നേരത്തെ കിട്ടിയ ഈ വാല്യൂ ഇല്ലേ, ഈ വാല്യൂ, അതായത് ഈ വാല്യൂ ഈ yn-ൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആദ്യം എന്താണ്? ആദ്യം MGFൻ്റെ ഫോർമുല എഴുതി, അതായത് MYN ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി yn എഴുതി. എന്നിട്ട് തൊട്ട് മുകളിലുള്ള yn-ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താണോ കിട്ടിയത് അത് yn-ൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്നിട്ട് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് പൈ ഐ ഈക്വൽ ടു 1 to n ഇ റൈസ് ടു ടി ഇൻറ്റു xi മൈനസ് μ1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1. അത് സംശയമില്ലല്ലോ എന്താണ് പൈ എടുത്തതെന്ന്. മൾട്ടിപ്ലിക്കേഷൻ എന്തിനാണ് നമ്മളത് പൈ എടുത്തത്? കാരണം x1 മൈനസ് μ1 പ്ലസ് x2 മൈനസ് μ2 എക്സിട്ര പ്ലസ് x1 മൈനസ് μ1 പ്ലസ് x2 മൈനസ് μ1 എക്സിട്ര പ്ലസ് xn മൈനസ് μ1 ആണ് അല്ലേ. സോ നമ്മളിവിടെ 1 2 അവിടെ ഐ കൊടുത്തു. ഓക്കെ, μ1-ന് ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് പൈ ഐ ഈക്വൽ ടു 1 to n ഇ റൈസ് ടു ടി ഇൻറ്റു xi മൈനസ് μ1 റൂട്ട് n സിഗ്മ 1. അത് ഇ റൈസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇ റൈസ് ടു x1 ഇൻറ്റു ഇ റൈസ് ടു x2 ഇൻറ്റു അല്ലേ. സോ അതാണ് ഇവിടെ പൈ എടുത്തത് കേട്ടോ. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇ റൈസ് ടു x1 പ്ലസ് x2 പ്ലസ് xn എന്ന് പറഞ്ഞാൽ എക്സിട്ര അല്ലേ, x3 പറഞ്ഞാൽ ഇ റൈസ് ടു x1 ഇൻറ്റു ഇ റൈസ് ടു x2 അങ്ങനെയല്ലേ. സോ ഇതിന് നമുക്ക് പൈ ഐ ഈക്വൽ ടു 1 to n ഇ റൈസ് ടു xi എന്ന് എഴുതാൻ പറ്റില്ലേ. സോ ആ ഒരു ഇതിലാണ് ഇവിടെ പൈ ഐ ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. സോ നോക്കോളൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് പൈ ഐ ഈക്വൽ ടു 1 to n ഇ റൈസ് ടു ടി ഇൻറ്റു xi മൈനസ് μ1 ഡിവൈഡഡ് ബൈ റൂട്ട് n ഇൻറ്റു സിഗ്മ. ഓക്കെ, ഈ പൈ ഐ ഈക്വൽ ടു 1 to n നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടും? പൈ ഐ ഈക്വൽ ടു 1 to n ഇ റൈസ് ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു xi മൈനസ് ഓക്കെ.
സോ പൈ ഐ ഈക്വൽ ടു 1 to n ഔട്ട് സൈഡ് എടുക്കുന്നു. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സിഗ്മ 1. ഓക്കെ, എക്സ് ഐകൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയ കാരണം നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഈ പൈ ഐ ഈക്വൽ ടു 1 to n പവറിൽ കൊടുക്കാമല്ലോ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയ കാരണമാണ് നമുക്ക് പവറിൽ n കൊടുക്കാൻ പറ്റിയത്. ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൈ ഐ ഈക്വൽ ടു 1 to തന്നെ എഴുതണം. സിൻസ് ഇവിടെ IID ആണ്, ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഐഡൻറ്റിക്കൽ ആയ കാരണം എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ 1 ബൈ റൂട്ട് എൻ സിഗ്മ ഹോൾ റൈസ് ടു n എന്ന് കൊടുക്കാൻ പറ്റി. എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഏത് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ഏത് എക്സ്പാൻഡ് ചെയ്യുക, ഈ ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഇ റൈസ് ടു എക്സ് ഇല്ലേ, ഇ റൈസ് ടു എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ടി ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ 1 ബൈ റൂട്ട് എൻ സിഗ്മ 1 ആണ്. ഓക്കെ, അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇ റൈസ് ടു എക്സിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുക 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഓക്കെ, സോ ഇവിടെ അതുപോലെ ഇ റൈസ് ടു ടി ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സിഗ്മ 1 എക്സ്പാൻഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടും എക്സ്പെക്റ്റേഷൻ ഓഫ്, ഫസ്റ്റ് എന്തായിരിക്കും 1 കിട്ടുക. ഓക്കെ, 1 പ്ലസ് ദെൻ ടി ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സിഗ്മ 1 പ്ലസ് ദെൻ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് വരും, ടി സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ടി സ്ക്വയർ ബൈ 2 എക്സ് ഐ മൈനസ് മ്യൂ 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ 1 സ്ക്വയർ പ്ലസ് ഹയർ ഓർഡർ. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്, ഹയർ ഓർഡറിനെ, പ്ലസ് സീറോ അല്ല, ഓർഡർ ടി സ്ക്വയർ റൈസ് ഡിവൈഡ് ബൈ എൻ പി. ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയെന്നുള്ളൂ. ഹയർ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ഈ റിസൾട്ടാണ്, ഇ റൈസ് ടു എക്സിൻ്റെ ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ എന്നിട്ട് നമ്മൾ അകത്തേക്ക് എടുക്കുക. ഈ എക്സ്പെക്റ്റേഷൻ ഔട്ട്സൈഡുള്ള എക്സ്പെക്റ്റേഷൻ അകത്തേക്ക് എടുക്കുമ്പോൾ 1 പ്ലസ് 0 വരും. ഇവിടെ എങ്ങനെ 0 വരുന്നത്, ഈ എക്സ്പെക്റ്റേഷൻ ഇവിടേക്ക് എടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ മൈനസ് മ്യൂ 1 എന്ന് വരും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ മ്യൂ 1 അല്ലേ, സോ മ്യൂ 1 മൈനസ് മ്യൂ 1 0 ആവില്ലേ. സോ അതാണ് ഇവിടുത്തെ ടേം 0 ആയിട്ട് പോകുന്നത്. പ്ലസ് ടി സ്ക്വയർ ബൈ 2n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ 1 ഹോൾ സ്ക്വയർ സിഗ്മ, ഇതെന്താ വേരിയൻസ് ആണ്, സിഗ്മ 1 സ്ക്വയർ. സോ ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ നമുക്ക് കിട്ടുക ഹയർ ഓർഡർ ആണ്, ഇവിടെ ഹയർ ഓർഡർ ആണ്. ഇത് അപ്പം തന്നെ നെഗ്ലക്റ്റ് ചെയ്യാം, പവർ n വരുന്നുണ്ട് കേട്ടോ, കാരണം ഇവിടെ പവറിന് മാറ്റമൊന്നുമില്ല, അവിടെയും പവർ ഉണ്ട്. സോ 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2n പ്ലസ് ഓർഡർ ഓഫ് ടി സ്ക്വയർ ബൈ എൻ പി ഹോൾ റേസ് ടു n. ഒരു റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് നോക്കിയേ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എ ബൈ എൻ ഹോൾ റേസ് ടു n ഈക്വൽ ടു ഇ റേസ് ടു എ. ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, ടി സ്ക്വയർ ബൈ 2 അല്ലേ. സോ നമുക്ക് ഇ റൈസ് ടു എനെ നമുക്ക് ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 എഴുതിക്കൂടെ. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി m ബൈ n ഓഫ് ടി എന്ത് കിട്ടും, ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 കിട്ടും. ഈ ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ആണ്. ഓക്കെ, ഇതിനവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ഇ റൈസ് ടു മ്യൂ ടി പ്ലസ് 1/2 ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ആണ്. മ്യൂ 0 വേരിയൻസ് 1 ആണ്. മ്യൂ ഈക്വൽ ടു 0 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 കിട്ടും. അതല്ലേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, ഒരു IID റാൻഡം വേരിയബിളിൻ്റെ സമ്മ് സ്റ്റാൻഡേർഡൈസ് ചെയ്താൽ അത് ഫോളോ ചെയ്യുന്നത് നോർമൽ 0-1 ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് അവസാനം കിട്ടിയത് നോർമൽ 0-1ൻ്റെ MGF അല്ലേ. സോ അതിനർത്ഥം എന്താണ്, yn ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് n മ്യൂ 1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1 ഹാസ് എ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ n01. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.
ഒത്തിരി വലിയ പ്രൂഫാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ എഴുതാവുന്നേ ഉള്ളൂ. നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ, ഇപ്പം എന്തൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ? ആദ്യം ഇവിടെ നിന്ന് ഇറേസ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നും കൂടി. ഓക്കെ, ആദ്യം yn എഴുതി. yn ഈക്വൽ ടു സമ്മേഷൻ xi മൈനസ് n mu1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1 ആണ്. സോ സമ്മേഷൻ xiനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സോ x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn കിട്ടും. അതുപോലെ n mu1നും എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ mu1 പ്ലസ് mu1 പ്ലസ് എക്സിട്ര പ്ലസ് mu1 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1. സോ ന്യൂമറേറ്ററിലുള്ള ആ രണ്ട് ഇതിനും ഒരുമിച്ച് എഴുതുക. സോ x1 മൈനസ് mu1 പ്ലസ് x2 മൈനസ് mu1 പ്ലസ് എക്സിട്ര പ്ലസ് xn മൈനസ് mu1 ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ 1 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ MGF ത്രൂ ആണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ mx ഓഫ് ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന yn ആണ്. സോ yn ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി yn. ഈynൻ്റെ സ്ഥാനത്ത് നമ്മൾ തൊട്ട് മുകളിൽ എന്താണോ കണ്ടുപിടിച്ചത്, അതായത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇപ്രകാരം കിട്ടും. സോ ഇതിന് നമുക്ക് ഇത് ഇൻഡിപെൻഡൻ്റ് ആയത് കാരണം നമുക്ക് പൈ ഐ ഈക്വൽ ടു 1 to n ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് പൈ ഐ ഈക്വൽ ടു 1നെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, ഇപ്രകാരം എഴുതി. സോ ഇത് xi ഇൻഡിപെൻഡൻ്റ് ആയ കാരണം ഈ പൈ ഐ ഈക്വൽ ടു 1ന് നമുക്ക് പവറിൽ n കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് പവറിൽ n കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു? ഈ ഇ റൈസ് ടു ടി ഈ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അതായത് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സിട്ര. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇപ്രകാരം കിട്ടി അല്ലേ. ഹയർ ഓർഡറിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ആദ്യത്തെ 3 ടേംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. 4ാമത്തെ ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്. അത് എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ അപ്പം തന്നെ നെഗ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളും. ഇതിങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. ഹയർ ഓർഡേഴ്സ് ആർ നെഗ്ലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ അകത്തേക്ക് കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം 0 ആയിട്ട് പോകും. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് xi മൈനസ് mu i എന്താണ്? mu i മൈനസ് mu i ആണ്. അത് 0 ആയിട്ട് പോകും. ദെൻ തേർഡ് ടേമിൽ സിഗ്മ 1 സ്ക്വയർ ബൈ സിഗ്മ 1 സ്ക്വയർ ഇതും ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇപ്രകാരം കിട്ടും. പവർ ഉണ്ട്. ഓക്കെ, പവർ n ഉണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി myn ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടും? ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 കിട്ടും. ഈ ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 കിട്ടുന്നത് ഈ ഒരു റിസൾട്ടിൻ്റെ ബേസിലാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എ ബൈ എൻ ഹോൾ റൈസ് ടു n എന്താണ്? ഇ റൈസ് ടു എ ആണ്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് ടി സ്ക്വയർ ബൈ 2 ആണ്. സോ ഇ റൈസ് ടു ടി സ്ക്വയർ ബൈ 2 കിട്ടും. ഇത് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ആണ്. വെൻ മീൻ u ഈക്വൽ ടു 0 ആൻഡ് വേരിയൻറ്റ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1. അവിടെ എഴുതിയിട്ടുണ്ട് MGF ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇ റൈസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ അതാണ് അതിൻ്റെ പ്രൂഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റ് PDF വന്നിട്ടുണ്ട്. ജോയിൻറ്റ് PDF ഓഫ് 2 റാൻഡം വേരിയബിൾ x ആൻഡ് y ഈസ് f ഓഫ് xy ഈക്വൽ ടു 3x പ്ലസ് y 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 അതർവൈസ്. ഇവിടെ നമുക്ക് 5 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. മാർജിനൽ PDF കാണണം, കണ്ടീഷണൽ PDF കാണണം, കണ്ടീഷണൽ മീൻ കാണണം, കണ്ടീഷണൽ വേരിയൻസ് കാണണം, കൊവേരിയൻസ് ഓഫ് XYയും കോറിലേഷൻ ബിറ്റ്വീൻ x ആൻഡ് y കാണണം. ഞാനിത് ചെയ്തപ്പോഴേ എനിക്ക് ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ്റെ നമുക്ക് എപ്പോഴും ഒരു PDF ആണോ നോക്കാൻ 2 കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്കൊരു PDF
തന്നാൽ അത് PDF തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, -∞ to ∞ f(x) dx എന്തായിരിക്കണം? 1 ആയിരിക്കണം. നമ്മുടെ തന്നിട്ടുള്ള PDF അതിൻ്റെ കംപ്ലീറ്റ് റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടണം. ഓക്കെ, ഞാൻ ഈ തന്നിട്ടുള്ള PDF ഇൻ്റഗ്രേറ്റ് ചെയ്തു, 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടണം. പക്ഷേ എനിക്ക് കിട്ടിയത് 3 ആണ്, which is not equal to 1. So f(x, y) ഒരു PDF അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. സോ ഞാൻ ഫർദറായിട്ട് പിന്നെ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ മാർജിനൽ PDF കണ്ടുപിടിക്കാം, കണ്ടീഷണൽ മീനും വേരിയൻസും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ ഫോർമുല തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇപ്രകാരം ചെയ്താൽ മതി. ഓക്കെ, സോ മാർജിനൽ PDF എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ f(1)(x) കിട്ടാനുള്ള ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ ഓവർ y f(x, y) dy ആണ്. സോ മാർജിനൽ PDF f(1)(x) കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ y-യിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, x-ലല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അത് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, f(1)(x) കാൽക്കുലേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്റ്റ് ടു y-യിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. അത് എക്സിലുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ റേഞ്ച് എന്നിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ f(1)(x) എനിക്ക് x/2 കിട്ടും. സോ അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ കിട്ടിയത്. സോ എനിക്ക് 0 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് f(2y) ആണ് കിട്ടുമ്പോൾ y/2 ആണ് കിട്ടി വിചാരിക്കുക. അപ്പോൾ 0 ലെസ് ദാൻ y ലെസ് ദാൻ 1 എന്ന് എക്സ്പ്രസ് ചെയ്യാം. റേഞ്ച് എക്സ്പ്രസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും, നല്ലൊരു കാര്യമാണ്. നമുക്ക് ആ ടോപ്പിക്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെന്നവർക്ക് പേപ്പർ നോക്കുമ്പോൾ വാല്യുവേഷൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം മാർജിനൽ PDF ആണ് ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ മാർജിനൽ PDF എന്ന് പറഞ്ഞാൽ f(1)(x) ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ y f(x, y) dy ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു y ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി f(2y) ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ രണ്ട് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എങ്ങനെ കാണാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ x ഇൻറ്റു f(1)(x) dx ആണ്. ഓക്കെ, ഈ കിട്ടിയില്ലേ മാർജിനൽ PDF-ൻ്റെ, അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ x f(1)(x) dx, എക്സ്പെക്റ്റേഷൻ ഓഫ് y ഇൻ്റഗ്രൽ ഓവർ y f(2y) dy. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് x² കാണാൻ ഇൻ്റഗ്രൽ ഓവർ x² f(1)(x) dx, എക്സ്പെക്റ്റേഷൻ ഓഫ് y² കാണാൻ ഇൻ്റഗ്രൽ ഓവർ y² f(2y) dy. ദെൻ വേരിയൻസ് ഓഫ് x കാണാനുള്ള ഫോർമുല അറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ഹോൾ സ്ക്വയർ, എക്സ്പെക്റ്റേഷൻ ഓഫ് y² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് y ഹോൾ സ്ക്വയർ. ഞാൻ എന്തിനാണ് ഇതിവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് മാർജിനൽ PDF ചോദിച്ചിട്ടുള്ളൂ. ഞാൻ എന്തിനാണ് ഇതിവിടെ ചെയ്തതെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. സോ ആദ്യത്തേൽ മാർജിനൽ PDF കാണാം. മാർജിനൽ PDF കാണാനുള്ള ഫോർമുല, ഓക്കെ, സോ f(1)(x) കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y-യിലാണ്, f(2y) കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y-യിലാണ്. സോ അതാണ് ആദ്യം കാണുന്നത്. പിന്നെ കണ്ടീഷണൽ PDF കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ കണ്ടീഷണൽ PDF കാണാൻ എങ്ങനെയാണ്? f(x given y) ഈക്വൽ ടു f(xy) ഡിവൈഡഡ് ബൈ f(2y) ആണ്. സോ f(xy) ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. f(2y) നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും? അതായത് നമ്മൾ ഓൾറെഡി f(2y) കണ്ടുപിടിച്ചല്ലോ. സോ ആ f(xy) എന്താണോ തന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ f(2y) ജസ്റ്റ് ചെയ്യുക. അതാണ് f(x given y). f(y given x) കാണുവാനും ഇതുപോലെ തന്നെ തന്നിട്ടുള്ള f(y given y of x) ഇടുക, ഡിവൈഡഡ് ബൈ മാർജിനൽ PDF കണ്ടുപിടിക്കുമല്ലോ f(1)(x), അതും. അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് കണ്ടീഷണൽ PDF. ഇനി കണ്ടീഷണൽ മീൻ എങ്ങനെ കാണാം? കണ്ടീഷണൽ മീൻ കാണാനുള്ള ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് x given y ഈക്വൽ ടു y ഈക്വൽസ് ഇൻ്റഗ്രൽ ഓവർ x ഇൻറ്റു f(x given y ഈക്വൽ ടു y dx ആണ്. ഓക്കെ, നോക്കുക, x given y പറയുമ്പോൾ dx-ലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് y given x പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു dy-യിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്.
നോക്കുക കേട്ടോ. കണ്ടീഷണൽ വേരിയൻസ് കാണാൻ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ given y equal to y minus expectation of x given y equal to y whole square. Variance of y given x ആണെങ്കിൽ expectation of y square given x equal to x minus expectation of y given x equal to x whole square. So ഇവിടെ എങ്ങനെയാണ് expectation of x square given y equal to y കാണുക? With respect to dx ൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക x സ്ക്വയറിനെ. സോ ഇൻ്റഗ്രൽ ഓവർ x സ്ക്വയർ f of x given y dx. എങ്ങനെ കൊവേരിയൻസ് കാണാം? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ മാർജിനൽ PDF-ൻ്റെ കൂടെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും വേരിയൻസ് ഓഫ് വൈ ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കിട്ടും. ഈ കോറിലേഷൻ കാണാനുള്ള ഫോർമുല കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ. ഇതാണ് കോറിലേഷൻ കാണാനുള്ള ഫോർമുല. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഈ ഫോർമുലകളൊക്കെ ഒന്ന് എഴുതി വെക്കേ നോക്കേ, രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ് ദ ലീനിയറിറ്റി പ്രോപ്പർട്ടി ഓഫ് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരു 2 ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്തപ്പോൾ ഈ പ്രോപ്പർട്ടി ആയിട്ടാണ് എടുക്കുന്നത് എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് അതുകൊണ്ട് കാണാനില്ല. ഞാൻ നോക്കുന്നുണ്ട്, കിട്ടിയാൽ ഞാൻ അയക്കാം കേട്ടോ. എന്തായാലും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഗിവൺ ഇസഡ് എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ ഇസഡ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ ഇസഡ് അല്ലേ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടീഷണൽ എസ്റ്റാബ്ലിഷ് ദ ലീനിയറിറ്റി പ്രോപ്പർട്ടി ഓഫ് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ. ഓക്കെ, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ഇൻ്റഗ്രബിൾ റാൻഡം വേരിയബിൾ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഫൈനൈറ്റ് ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഫൈനൈറ്റ് ആണ്. എക്സും വൈയും 2 ഇൻ്റഗ്രബിൾ റാൻഡം വേരിയബിൾ ആണ്. എയും ബിയും 2 കോൺസ്റ്റൻ്റ് ആണ്. സ്ക്രിപ്റ്റ് ജി എന്താണ്? ഒരു സിഗ്മ ഫീൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ സ്ക്രിപ്റ്റ് ജി ഗിവൺ സ്ക്രിപ്റ്റ് ജി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ സ്ക്രിപ്റ്റ് ജി പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ സ്ക്രിപ്റ്റ് ജി. ഇതാണ് ഈ തിയറം. ഇതിൻ്റെ പ്രൂഫ് കിട്ടിയിട്ടില്ല. ഞാൻ നോക്കി, 2-3 സ്റ്റഡി മെറ്റീരിയൽ നോക്കി, എല്ലായിടത്തും പ്രോപ്പർട്ടി പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഫണ്ടമെൻ്റൽ ടെക്സ്റ്റുകളിലൊക്കെ. കിട്ടി അയക്കാവേ. നോക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്ന് നോക്കാം കേട്ടോ. ഇനി അടുത്ത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റിയാണ്. ഇത് കാണുമ്പോൾ അത്യാവശ്യമുണ്ട്, പക്ഷെ കുറച്ച് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി? 2 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ എപ്പോഴാണ് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം. എപ്പോഴാണ് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി ബിക്കംസ് കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി? കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി നേരത്തെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ സ്ക്വയർ ലെസ് ദാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ. ഇതാണ് കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി അല്ലേ? അപ്പോൾ എപ്പോഴാണ് കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ആവുകയെന്ന് ചോദിക്കുന്നുണ്ട്. ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി എപ്പോഴാണ് കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി? ഈ 2 കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ അസ്യൂം പോസിറ്റീവ് വാല്യൂ then for p greater than 1 q greater than 1 so that 1 by p plus 1 by q equal to 1 then
expectation of xy less than or equal to expectation of x raised to p whole raised to 1 by p into expectation of y raised to q whole raised to 1 by q. ഓക്കെ, ഇതാണ് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി. ഇതാണ് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി. അതായത് എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിളാണ്. പിയും ക്യൂ എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആയ രണ്ട് വാല്യൂകളാണ്. സോ 1 by p പ്ലസ് 1 by q. ഈ പിൻ്റെയും ക്യൂൻ്റെയും റെസിപ്രോക്കലിൻ്റെ സമ്മ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പി റൈസ് ടു 1 by p പ്ലസ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ക്യൂ വൈ റൈസ് ടു ക്യൂ ഹോൾ റൈസ് ടു 1 by q. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം, ഇങ്ങനെയാണ് പ്രൂഫ് നോക്കാം. ഓക്കെ, ഒരു ഫംഗ്ഷനാണ്. ആദ്യം കൺസിഡർ എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് ആണ്. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ജി ഓഫ് എക്സ് എന്താണ്? മൈനസ് ലോഗ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1 by x കിട്ടും. ജി ഡാഷ് ഓഫ് എക്സ് ആണ് അത്. സോ ജി ഡാഷ് ഓഫ് എക്സിന് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 by x² കിട്ടും. ഈ 1 by x² ഒരു ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? ജി ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് പറയാം. ഓക്കെ, എന്താണ്? ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ്. അപ്പോൾ അതിൻ്റെ 2 തവണ ഡെറിവേറ്റീവ് എടുക്കും. സോ ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയ ഒരു ക്വാണ്ടിറ്റിയാണ്. സോ അതുകൊണ്ട് ജി ഓഫ് എക്സ് കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഉള്ള ഒരു വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ്? ജി ഓഫ് എക്സ് ഒരു കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് കോൺവെക്സ് നോക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞേന്നുള്ളൂ. ലെസ് ദാൻ 0 ആകുമ്പോൾ ഈ നമ്മൾ ജെൻസൺസ് ഇൻഇക്വാലിറ്റി ഇന്നലെ നോക്കിയില്ലേ, ജെൻസൺസ് ഇൻഇക്വാലിറ്റി ഒക്കെ നോക്കുമ്പോൾ ഇത് വെച്ചിട്ടാണ് നോക്കുക. ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0, അങ്ങനെയാണ് നമ്മൾ കോൺവെക്സ് ആണോ കോൺകേവ് ആണോ നോക്കുക. ഇവിടെ എന്താണ്? ഇവിടെ അത് ജി ഓഫ് എക്സ് എന്താണ്? ഒരു കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഹെൻസ് ഫോർ 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1 എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് എന്താണ്? ജി ഓഫ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ജി ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ജി ഓഫ് വൈ. ഓക്കെ, ലാംഡയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലാണ്. എക്സും വൈയും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ജി ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ജി ഓഫ് വൈ ആണ്. ഓക്കെ, ഈ ജി ഓഫ് എക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? മൈനസ് ലോഗ് എക്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ജീൻ്റെ സ്ഥാനത്ത് മൈനസ് ലോഗ് ഇടുക, ലോഗ് കൊടുക്കുക. അപ്പോൾ മൈനസ് ലോഗ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ലാംഡ ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ലോഗ് വൈ. സോ ഇവിടെ ലോഗ് വൈ വരാൻ കാരണം ജി ഓഫ് വൈൻ്റെ സ്ഥാനത്ത് എന്ത് ഇട്ടു? മൈനസ് ലോഗ് വൈ ഇട്ടു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്തു. എന്നിട്ട് ലോഗ് ലാംഡ എക്സ്. ഓക്കെ, രണ്ട് സൈഡും മൈനസ് ഉണ്ട്. മൈനസ് കളഞ്ഞപ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സായി. സോ ലോഗ് ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ലോഗ് വൈ ആണ്. സോ നമുക്ക് ഇവിടെ നോക്കിയേ ലാംഡ ലോഗ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് ലാംഡ എന്ന് എഴുതിക്കൂടെ? അതായത് 2 ലോഗ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലാംഡ ലോഗ് എക്സിനെ ആദ്യം ലോഗ് എക്സ് റൈസ് ടു ലാംഡ എന്ന് പ്ലസ് 1 മൈനസ് ലാംഡ ലോഗ് വൈനെ ലോഗ് വൈ റൈസ് ടു 1 മൈനസ് ലാംഡ എന്ന്. സോ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്താണ്? ലോഗ് എക്സ് വൈ അല്ലേ? സോ അതാണ് ഇവിടെ വന്നിട്ടുള്ളത്.
log x plus log y equal to log into x into y ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log x ലാംഡ ഇൻറ്റു y റൈസ് ടു 1 മൈനസ് ലാംഡ. ഇത് രണ്ട് സൈഡും ആൻറ്റി ലോഗ് എടുത്താൽ എന്താ ലോഗ് പോയി. സോ ആൻറ്റി ലോഗ് എടുത്തു രണ്ട് സൈഡും. സോ ലോഗ് പോയി. സോ നമുക്ക് എന്ത് കിട്ടും? ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് റൈസ് ടു ലാംഡ വൈ റൈസ് ടു 1 മൈനസ് ലാംഡ. ഇത്രയും നേരം പറഞ്ഞത് ഒന്നും കൂടി ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം നോക്കിയാൽ മതി. ഈ ഭാഗത്ത് കൺഫ്യൂഷൻ പാടില്ല. സോ ആദ്യം എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ചെയ്തത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്താണ്? മൈനസ് ലോഗ് എക്സ് ആണ് അല്ലേ? എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും നോക്കി. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി? ജി ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് മനസ്സിലായി. സോ എന്നിട്ട് 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 1, എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ലാംഡ എന്താണ്? കോൺവെക്സ് ഫംഗ്ഷനായ കാരണം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. കോൺവെക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. കോൺകേവ് ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ വന്നിരുന്നു. ഓക്കെ. സോ ജി ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ജി ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ജി ഓഫ് വൈ. ജിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് പറഞ്ഞാൽ മൈനസ് ലോഗ് എക്സ് ആണ്. സോ ജിൻ്റെ സ്ഥാനത്ത് മൈനസ് ലോഗ് കൊടുത്തു. രണ്ട് സൈഡും അങ്ങനെ തന്നെ കൊടുത്തു. സോ രണ്ട് സൈഡും അങ്ങനെ കൊടുത്തു മൈനസ് വന്നു. സോ നെഗറ്റീവായ കാരണം എന്താണ്? ഇൻഈക്വാലിറ്റി റിവേഴ്സായി. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താണ് ലോഗ് ലാംഡ ലോഗ് എക്സിനെ ലോഗ് എക്സ് റൈസ് ടു ലാംഡ എന്ന് എഴുതാൻ പറ്റും. 1 മൈനസ് ലാംഡ ലോഗ് വൈനെ ലോഗ് വൈ റൈസ് ടു 1 മൈനസ് ലാംഡ എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈനെ എന്തെന്ന് എഴുതാം? ലോഗ് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം. സോ അതാണ് ഇവിടെ എഴുതിയത്. എന്നിട്ട് രണ്ട് സൈഡും ആൻറ്റി ലോഗ് എടുത്തു. ആൻറ്റി ലോഗ് എടുത്തപ്പോൾ ലോഗ് പോയി. ഓക്കെ, അതാണ് ഇവിടെ. നൗ ഇപ്പം ഇത്രയും നമ്മൾ നോക്കി, ഇത്രയും ഭാഗം നമ്മൾ നോക്കി അല്ലേ? നൗ let us take lambda equal to 1 by p, 1 minus lambda equal to 1 by q. ഓക്കെ, അതുപോലെ തന്നെ x equal to x raised to p by expectation of x raised to p and y equal to y raised to q divided by expectation of y raised to q. ഓക്കെ, 4 കാര്യമാണ് എടുക്കുന്നത്. ഒന്ന് ലാംഡ എന്ന് പറഞ്ഞാൽ 1 by p എടുക്കുന്നു. ലെറ്റ് ലാംഡ ഈക്വൽ ടു 1 by p, 1 മൈനസ് ലാംഡ ഈക്വൽ ടു 1 by q. ഓക്കെ, ലാംഡ ഈക്വൽ ടു 1 by p, 1 മൈനസ് ലാംഡ ഈക്വൽ ടു 1 by q എടുത്തു. അതുപോലെ തന്നെ എക്സിനും വൈനും എടുത്തു. എക്സ് ഈക്വൽ ടു എന്തെടുത്തു? എക്സ് റൈസ് ടു പി ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു പി. വൈനെ വൈ റൈസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ റൈസ് ടു ക്യൂ. ഈ രണ്ടും, അതായത് ഇതും ഇതും ഈ ഇക്വേഷനിൽ, ഏത് ഇക്വേഷനിൽ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ സ്ഥാനത്തും ലാംഡേൻ്റെ സ്ഥാനത്തും അതുപോലെ തന്നെ വൈൻ്റെ സ്ഥാനത്തും 1 മൈനസ് ലാംഡയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം. ഓക്കെ, എക്സിൻ്റെ എന്താണ് ലാംഡേൻ്റെ സ്ഥാനത്ത് 1 by p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് ലാംഡേൻ്റെ സ്ഥാനത്ത് 1 by q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ വൈൻ്റെ സ്ഥാനത്ത് വൈ റൈസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ റൈസ് ടു ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ്? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എക്സ് റൈസ് ടു പി റൈസ് ടു 1 by p എന്താണ്? എക്സ് ആണ്. അതായത് അറിയാലോ, എക്സ് റൈസ് ടു പി ഹോൾ റൈസ് ടു 1 by p എന്താണ്? എക്സ് ആണ്. അതേ കണ്ടീഷനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എക്സ് വരും. വൈ റൈസ് ടു ക്യൂ ഹോൾ റൈസ് ടു 1 by q വൈ ആണ്. ആ വൈ ആണ് ഇത്. ഓക്കെ, എന്നിട്ട് രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുത്തു. രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുത്തപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ എന്താ ഉണ്ടാവുക? ഇവിടെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ ഇതും ക്യാൻസലാവും. ഇവിടെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ ഇതും ക്യാൻസലാവും.
അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 1/p + 1/q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xy എന്ന് കിട്ടും. ഈ 1/p + 1/q നമ്മൾ ഓൾറെഡി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ കിട്ടും. എന്തെന്ന് കിട്ടും? 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി കിട്ടും. ദ എക്സ്പെക്ടേഷൻ ഓഫ് xp all raised to 1/p യും എക്സ്പെക്ടേഷൻ ഓഫ് y raised to q all raised to 1/q നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഇങ്ങനെ കിട്ടും. സോ എക്സ്പെക്ടേഷൻ ഓഫ് xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് xp all raised to 1/p ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് y raised to q all raised to 1/q. സോ ഇതാണ്. അങ്ങനെ നമ്മൾ ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്തു. ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റിയിൽ പിൻ്റെ സ്ഥാനത്തും ക്യൂവിൻ്റെ സ്ഥാനത്തും 2 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാഷി ഷോർട്ട്സ് ഇൻഈക്വാലിറ്റി കിട്ടും. സോ എക്സ്പെക്ടേഷൻ ഓഫ് xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x² raised to 1/2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് y² raised to 1/2. ഈ 1/2 കളയാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് പവർ 2 കൊണ്ടുവരിക. സോ എക്സ്പെക്ടേഷൻ ഓഫ് xy ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x² ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് y², വിച്ച് ഈസ് ക്വാഷി ഷോർട്ട്സ് ഇൻഈക്വാലിറ്റി. സോ അതാണ് ക്വാഷി ഷോർട്ട്സ് ഇൻഈക്വാലിറ്റി. ഓക്കെ. സോ ക്വാഷി ഷോർട്ട്സ് ഇൻഈക്വാലിറ്റി നോക്കുക. ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ ലാംഡയ്ക്ക് 1/p എന്നും അതുപോലെ തന്നെ എന്താണ് ക്യൂവിന് ലാംഡ ഈക്വൽ ടു 1/p എടുക്കുന്നതും 1 - ലാംഡ 1/q എടുക്കുന്നത് നോക്കുക. പിന്നെ എക്സിനും വൈനും നമ്മൾ എന്താ എടുക്കുന്നത്, എന്നിട്ട് ഇവിടെ ഈ സ്റ്റാറിൽ ഈ വാല്യൂകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു ക്വാണ്ടിറ്റി. എന്നിട്ട് ഇവിടെ എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ രണ്ട് സൈഡും എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ ഇതും ക്യാൻസലായിട്ട് 1/p + 1/q. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 1 വരും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് xy കിട്ടും. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ലെഫ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി കിട്ടും. എന്നിട്ട് പിക്കും ക്യൂവിനും 2 എടുത്താൽ ക്വാഷി ഷോർട്ട്സ് ഇൻഈക്വാലിറ്റി കിട്ടും. ഓക്കെ. സോ അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് -∞ to ∞. അതായത് റിയൽ ലൈനിലെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കതും കൂടി നോക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 5 പ്രോപ്പർട്ടി നോക്കിയേ. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. ഞാനത് ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. phi of t is continuous everywhere. That is, phi of t is a continuous function of t in -∞ to ∞. Rather, phi of t is uniformly continuous in t. So, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് ഷോ ദാറ്റ് phi of t is uniformly continuous in t. അങ്ങനെ എന്താണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് നോക്കാം. ആകെ 2-4 സ്റ്റെപ്പേ ഉള്ളൂ. നോക്കാം. ഓക്കെ. ഫോർ h not equal to 0, for h not equal to 0, phi of x t plus h minus phi of x of t ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ, അതായത് ടി പ്ലസ് എച്ചിലെയും ടിയിലെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആണിത്. ഓക്കെ. phi of x t plus h minus phi of x t എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ e raised to I t plus hx minus e raised to I tx into d f of x ആണ്. ഇതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാൻ. എം ജി എഫ് എന്തായിരുന്നു? എം ജി എഫ് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആയിരുന്നു അല്ലേ? ഇ റേസ് ടു ടി എക്സ് ആയിരുന്നു എം എക്സ് ഓഫ് ടി.
ഇനി ഫൈ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ഐ ടി എക്സ് ആണ്. ഒരു ഐ വരുന്നുണ്ട്, ഒരു കോംപ്ലക്സ് ഐ കോംപ്ലക്സ് നമ്പർ ആണല്ലോ, ഒരു ഐ ടി എക്സ് വരുന്നുണ്ട്, ഒരു ഐ വരുന്നുണ്ട്, അതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. എല്ലാ ഡിസ്ട്രിബ്യൂഷനും എന്താണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ടാവും. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആക്ച്വലി ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷനും MGF ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ മീൻ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാ ഫംഗ്ഷനും എന്തുണ്ട്, എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും എന്തുണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ട്. സോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒരു യുണീക്ക്നെസ് പ്രോപ്പർട്ടിയാണ് ആക്ച്വലി. ഇപ്പം ഇവിടെ ഇപ്പോൾ നോക്കിയേ, ഇപ്പം ഇവിടെ ഫോർ എച്ച് നോട്ട് ഈക്വൽ ടു 0 ഫൈ എക്സ് ടി പ്ലസ് എച്ച് മൈനസ് ഫൈ എക്സ് ഓഫ് ടി. ഓക്കെ, ടിയിലെയും ടി പ്ലസ് എച്ചും, ടിയും ടി പ്ലസ് എച്ചും എന്താണ്, റിയൽ ലൈനിലെ രണ്ട് അടുത്തടുത്ത പോയിൻ്റാണ് ടിയും ടി പ്ലസ് എച്ചും. സോ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് 0 ആവുമ്പോൾ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഈക്വൽ ആണ്, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ മോഡ് ഫൈ എക്സ് ടി പ്ലസ് എച്ച് മൈനസ് ഫൈ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ ടി പ്ലസ് എച്ച് ഓഫ് എക്സ് മൈനസ് ഇ റൈസ് ടു ടി എക്സ് ഡി എഫ് ഓഫ് എക്സ്. ഡി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ് കേട്ടോ. അത് ഈ ടെക്സ്റ്റിലായ കാരണം അവർ ഡി എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നതാണ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് നിങ്ങൾ എഴുതിയാൽ മതി. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഇ റൈസ് ടു ഐ ടി എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1 ഡി എഫ് ഓഫ് എക്സ്. സോ ഇതിൽ രണ്ടിലും എന്തുണ്ട്, ഈ ഐ റൈസ് ടു ടി എക്സ് ഇ റൈസ് ടു ഐ ടി എക്സ് കോമൺ ആണ്. സോ അത് നമുക്കിവിടെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ ഇ റൈസ് ടു ഐ ടി എക്സിനെ പുറത്തേക്ക് എടുത്താൽ, ഔട്ട്സൈഡ് എടുത്താൽ, ഇൻറ്റു ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1 എന്ന് എഴുതാം, ഇൻറ്റു ടി എഫ് ഓഫ് എക്സ്. ഓക്കെ, ഈ ഇ റൈസ് ടു ഐ ടി എക്സിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. മോഡ് ഇ റൈസ് ടു ഐ ടി എക്സിൻ്റെ വാല്യൂ എന്താണ്, റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ടി എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ടി എക്സ് ആണ് അല്ലേ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 അല്ലേ. അപ്പോൾ അതിൻ്റെ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇ റൈസ് ടു ഐ ടി എക്സ് 1 കിട്ടും. സോ അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1 ഇൻറ്റു ടി എഫ് ഓഫ് എക്സ്. ഈ ഒരു ഇൻ്റഗ്രലിൽ ടി ഇല്ലല്ലോ. സോ the last integral does not depend on t. If it tends to 0 as n tends to 0, then phi x of t uniformly continuous in t. Okay, ഈ ഒരു ഇൻ്റഗ്രലിൽ ടി ഇല്ല. ഇത് എച്ച് 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫൈ എക്സ് ഓഫ് ടി എന്താണ്, ടിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് എന്ത് ഷോ ചെയ്യണം, എച്ച് 0യിലോട്ട് ടെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഷോ ചെയ്യണം. സോ അത് ഷോ ചെയ്യലാണ് അടുത്ത 2 സ്റ്റെപ്പ്. ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടി പറഞ്ഞോട്ടെ. നമുക്കിവിടെ എന്താ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, അതായത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ റിയൽ ലൈനിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നാണ് ഷോ ചെയ്യുന്നത്. ഫോർ എച്ച് നോട്ട് ഈക്വൽ ടു 0 മോഡ് ഫൈ എക്സ് ടി പ്ലസ് എച്ച് മൈനസ് ഫൈ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ ടി പ്ലസ് എച്ച് ഓഫ് എക്സ് മൈനസ് ഇ റൈസ് ടു ഐ ടി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എങ്ങനെ ഇ റൈസ് ടു ഐ ടി പ്ലസ് എച്ച് ഓഫ് എക്സ് വന്നു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഫൈ എക്സ് ഓഫ് ടി ഞാൻ പറഞ്ഞു, ഇ റൈസ് ടു ഐ ടി എക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇവിടെ ടീൻ്റെ സ്ഥാനത്ത് ടി പ്ലസ് എച്ച്, ഇവിടെ ടി പ്ലസ് എച്ച് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ടി പ്ലസ് എച്ച് വന്നിരിക്കുന്നത്. ഇവിടെ ടി അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ടി വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡി എഫ് ഓഫ് എക്സ് നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈ രണ്ടിലും എന്തുണ്ട്, ഈ രണ്ടിലും ഇ റൈസ് ടു ഐ ടി എക്സ് കോമൺ ആണ്. ഇ റൈസ് ടു ഐ ടി എക്സിനെ കോമൺ എടുത്തു, ഇൻറ്റു ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1. ദെൻ ഞാൻ പറഞ്ഞു ഇ റൈസ് ടു മോഡ് ഐ ടി എക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ഈ വാല്യൂ 1 ആയിട്ട് പോകും.
which is equal to integral minus infinity to infinity e raised to I hx minus 1 into d f of x. ഓക്കെ, ഈ ഒരു ഇൻ്റഗ്രലിൽ ടി ഇല്ല, അതുകൊണ്ട് തന്നെ എച്ച് സീറോയിലോട്ട് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫൈ എക്സ് ഓഫ് ടി യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ നമ്മൾ ഇനി അടുത്ത് എന്ത് ഷോ ചെയ്യണം? എച്ച് സീറോയിലോട്ട് ടെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഷോ ചെയ്യണം. ഓക്കെ, സോ നൗ മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 2 ആണ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി അല്ലേ? അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സ് പ്ലസ് 1 ആണ്. മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ 1 പ്ലസ് 1 2 ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ഒരു ക്വാണ്ടിറ്റി, അതായത് ഈ ഒരു ക്വാണ്ടിറ്റി എന്തെന്ന് പറയാൻ പറ്റും? ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ വാല്യൂ 2 ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു ക്വാണ്ടിറ്റി ബൗണ്ടഡ് ആയ കാരണം നമുക്ക് ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയ എപ്പോഴാണ്? ഈ ഒരു ക്വാണ്ടിറ്റി ഫൈനൈറ്റ് വാല്യൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 കണ്ടെത്തിയത്. സോ 2 കണ്ടെത്തിയതിനർത്ഥം എന്താണ്? ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്, അതാണ് 2. സോ നമുക്ക് ഡോമിനേറ്റ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻ്റഗ്രലും ലിമിറ്റും കൂടിയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ലിമിറ്റ് ഉള്ളിലേക്ക് ഇൻസൈഡ് എടുക്കാൻ പറ്റില്ല. ഈ ലിമിറ്റ് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ടോ? ടേക്കിംഗ് ദ ലിമിറ്റ് ഇൻസൈഡ് ദ ഇൻ്റഗ്രൽ സൈൻ. ഓക്കെ, സോ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് 5x t പ്ലസ് എച്ച് മൈനസ് 5x ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് ഇ റൈസ് ടു ഐ എച്ച് എക്സ് മൈനസ് 1 ഡി എഫ് ഓഫ് എക്സ്. സോ ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 വരുമ്പോൾ എന്ത് വരും? 0 വരും. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 5x t പ്ലസ് എച്ച് ഈക്വൽ ടു 5x ഓഫ് ടി ഫോർ ഓൾ ടി. ഓക്കെ, എച്ച് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? 2 ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ അതാണ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന്. ഓക്കെ, അതിൽ തന്നെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ലോഗ് 1 പ്ലസ് ടി എം ജി എഫ് ആണോ എന്ന്, സോറി, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണോ എന്നുള്ളൊരു പ്രോബ്ലം. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ലോഗ് 1 പ്ലസ് ടി ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആവാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫൈ ഓഫ് 0 1 ആയിരിക്കണം. ഒരു നെസസറി പ്രോപ്പർട്ടിയാണ് ഫൈ ഓഫ് 0 1 ആയിരിക്കണം. സോ ഇവിടെ എന്താണ്? ഫൈ ഓഫ് ടി എന്താണ്? ലോഗ് 1 പ്ലസ് ടി ആണ് അല്ലേ? അപ്പോൾ ടീൻ്റെ സ്ഥാനത്ത് 0 എടുത്താൽ എന്ത് വരും? ലോഗ് 1 പ്ലസ് 0 വരും. അത് 0 അല്ലേ, 1 അല്ലല്ലോ. സോ ഫൈ ഓഫ് ടി ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ല. അങ്ങനെ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. Necessary condition for being a characteristic function is phi of 0 1 ആയിരിക്കണം. ഈ ക്വസ്റ്റ്യനിൽ ലോഗ് 1 പ്ലസ് ടി ആണ് അല്ലേ? ഇതിൻ്റെ ഫൈ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 1 പ്ലസ് 0 ആണ്. ലോഗ് 1ൻ്റെ വാല്യൂ 0 അല്ലേ? നോട്ട് ഈക്വൽ ടു 1 ആണ് അല്ലേ? സോ ലോഗ് 1 പ്ലസ് ടി നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫൈ ഓഫ് ടി വെച്ച് ചെയ്താൽ മതി. അല്ല സോറി, ഫൈ ഓഫ് 0 1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഫൈ ഓഫ് 0 1 അല്ല, വേറെ ഏത് വാല്യൂ വന്നാലും എന്തെന്ന് പറയാം? അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ പറ്റും.
ഇനി 1 ആണ് വരുന്നതെങ്കിൽ അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ 19ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്തു. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ട്. അത് വലിയൊരു പ്രൂഫാണ്. ഞാനതിൻ്റെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള പ്രൂഫ് നോക്കുന്നുണ്ട്. കിട്ടിയാൽ ഞാൻ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഇത്രയും മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.